ഹായ് ഗായ്സ്, ഞാൻ കുറേ ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി. അപ്പോൾ നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പട്ടയും അതുപോലെ ഉലുവ അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീട്ടിലുണ്ടാകുന്ന കറിവേപ്പിലാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ സവാള കുറച്ച് വഴണ്ട് വന്നതിന് ശേഷം ഞാനിതാ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. റെഡിഷ് കളറൊക്കെ ആയിട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ഉള്ളിയൊക്കെ അത്യാവശ്യം വഴണ്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാനിത് അവിടെ ചിക്കനും മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ഉള്ളിയും തക്കാളിയും ഒന്നും നല്ലോണം റെഡി ആവാണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ ചിക്കൻ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതായത് നമ്മുടെ പണ്ടത്തെ ചിക്കൻ കറിയൊക്കെ നല്ല ടേസ്റ്റാണ്. അതൊക്കെ അവരുണ്ടാക്കുമ്പം പ്രത്യേകിച്ച് തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ചിക്കനും മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. അടച്ചു വെച്ച് വേവിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പോൾ ഓക്കെ, ബൈ.